പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഇനി ഹലോ മലയാളം പോകുന്നു നേരെ പ്രസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ പത്രങ്ങൾ ഇഴകേറി പരിശോധിക്കാൻ നമ്മുടെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഹലോ മലയാളത്തിൽ. ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്നലെ നമ്മൾ ഒരു ദിവസത്തിന്റെ പകുതി മുതൽ ആ ദിവസം അവസാനിക്കുന്നത് വരെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തഹാവൂർ ആണ് ഇന്ത്യയെ എത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെ ഉണ്ടായ തുടർ നടപടികളൊക്കെ ആയിരുന്നു. പത്രങ്ങളും തീർച്ചയായും അത് തന്നെയായിരിക്കും പ്രധാന വാർത്ത എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിൽ എത്തിച്ച് അറസ്റ്റ് ചെയ്തു എന്നതാണ് ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്ത. എല്ലാ പത്രങ്ങളും ഒന്നാം പേജിലും ഉൾപേജിലും ഒക്കെ ആയിട്ട് വലിയ പ്രാധാന്യത്തോടെ ആ വാർത്ത നൽകിയിട്ടുമുണ്ട്. അതിൻ്റെ നാൾ വഴി, അതായത് ഈ ഭീകരാക്രമണത്തിൻ്റെ നാൾ വഴി, റാണ കൊച്ചിയിലെത്തിയ കഥ, അങ്ങനെ വിശദാംശങ്ങളാൽ സമ്പന്നമാണ് പത്രങ്ങൾ. മാതൃഭൂമിയുടെ ഒന്നാം പേജ്, 7-ാം പേജ്, മനോരമ 1, 11, കേരള കൗമുദി, അങ്ങനെ എല്ലാ പത്രങ്ങളും വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പ്രസ് സ്റ്റോപ്പിൽ നിന്ന് പോകുന്നത് മറ്റു ചില വാർത്തകളിലേക്കാണ്. ഇന്നലെ ലാർജ് ഇളവ് എന്ന പേരിൽ എന്ന രൂപത്തിൽ മാതൃഭൂമിയുടെ ഒരു ഒന്നാം പേജിലെ തലക്കെട്ടുണ്ടായിരുന്നു. അതായത് പുതിയ മദ്യനയം വരുന്നു എന്നാണ്. ഇന്ന് പത്രങ്ങൾ അത് കുറച്ചും കൂടി, ഇന്നലെ കിട്ടാത്ത പത്രങ്ങൾ, ഇന്നലെ കൊടുക്കാൻ കഴിയാത്ത പത്രങ്ങൾ അതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഇന്ന് വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട്. പക്ഷേ പത്രങ്ങൾക്കെല്ലാം 2-3 അഭിപ്രായങ്ങൾ അക്കാര്യത്തിലുണ്ട്. എന്താണ് മദ്യനയം എന്ന കാര്യത്തിൽ 2-3 അഭിപ്രായങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ തഹാവൂർ റാണയിൽ നിന്നും മദ്യനയത്തിലേക്ക് വരുന്നത്. ഈ ഡ്രൈ ഡേയിൽ മദ്യം കിട്ടാൻ ചട്ടം വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി ഇന്ന് 7-ാം പേജിൽ ഒരു സിംഗിൾ കോളം വാർത്തയൊക്കെ നൽകിയിട്ടുണ്ട്. കാരണം ഇന്നലെ അവർ വിശദമായി നൽകി കഴിഞ്ഞതാണ്. അതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി അതിൻ്റെ തുടർച്ചയെന്ന് വേണം ഡ്രൈ ഡേയിൽ മദ്യം കിട്ടാൻ ചട്ടം വരണം. കാരണം ഇന്നലെ ആളുകൾക്കൊക്കെ ഈ പത്രത്തിൽ ഈ വാർത്ത വായിച്ച ആളുകൾക്കെല്ലാം വലിയ ആശയക്കുഴപ്പം, പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ വലിയ ആശയക്കുഴപ്പമുണ്ടായി. ഡ്രൈ ഡേയിൽ എങ്ങനെയായിരിക്കും മദ്യം കിട്ടുക, ഡ്രൈ ഡേയിൽ ഏതൊക്കെ ദിവസങ്ങളിലായിരിക്കും മദ്യം കിട്ടുക എന്ന രൂപത്തിൽ വലിയ ചർച്ചകളൊക്കെ ഇന്ന് നാട്ടുമ്പുറങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി വിശദമാകാൻ എന്താണ് ഡ്രൈ ഡേയിൽ മദ്യം കിട്ടേണ്ട കാര്യം, അത് ആ രൂപത്തിൽ മാതൃഭൂമി ഒരു സിംഗിൾ കോളം വാർത്തയായിട്ട് ഡ്രൈ ഡേയിൽ മദ്യം കിട്ടാൻ ചട്ടം വരണമെന്ന് പറഞ്ഞുകൊണ്ട് മാതൃഭൂമി അതിന് തുടർച്ച നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് മനോരമ ഇനി കള്ളിനെ കുറിച്ചാണ്. കാരണം ഈ മദ്യനയത്തിൽ ഏറ്റവും സ്റ്റാർ ആകാൻ പോകുന്നത് കള്ളാണ്. കാരണം ഡ്രൈ ഡേ എന്താ സ്വാഭാവികം ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഒരുപക്ഷെ ഈ സർക്കാർ ഡ്രൈ ഡേയിൽ കൂടി മദ്യം നൽകുമെന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കേട്ടാണ്. കള്ളിനെ കുറിച്ചാണ്. കള്ളും സ്റ്റാർ, ഇനി കള്ളും സ്റ്റാർ എന്ന രൂപത്തിലാണ് മനോരമയുടെ ഒന്നാം പേജിലെ വാർത്ത. ടൂറിസം മേഖലയിലെ 3 സ്റ്റാർ റെസ്റ്റോറൻറ്റുകളിൽ കള്ള് ഷാപ്പ് തുടങ്ങാം. ആ രൂപത്തിൽ വിനോദസഞ്ചാരികളുടെ 3 സ്റ്റാറോ അതിന് മുകളിലോ ക്ലാസിഫിക്കേഷനുള്ള റെസ്റ്റോറൻറ്റുകളിൽ കള്ള് ഷാപ്പ് തുടങ്ങാൻ പുതിയ വ്യവസ്ഥ. അത് മനോരമ ഒന്നാം പേജിൽ ഇന്നലത്തെ ക്ഷീണം തീർക്കാൻ ഇന്നലെ മനോരമ അത് ഉൾപേജിലേക്ക് കൊണ്ടുപോയി. അത് ആ വാർത്ത തിരിച്ച് ഒന്നാം പേജിലേക്ക് കൊണ്ടുവരുന്നു. കേന്ദ്ര ടൂറിസം മന്ത്രാലയം നൽകുന്ന 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ള ആ രൂപത്തിൽ കള്ളിനെ സ്റ്റാറാക്കിക്കൊണ്ടുള്ള ഒരു വാർത്തയാണ് മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത്. നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു ഒരു ഹെഡിങ് ഞാൻ വായിക്കാം. ഇംഗ്ലീഷ് ഹെഡിങ് ആണ്. റൈസിങ് എ ടോസ്റ്റ് ഓഫ് ബ്രാൻഡിങ് ടോഡി ഫാമിലി ഫ്രണ്ട്ലി. അതായത് കള്ളിനെ കുടുംബ സുഹൃത്താക്കി മാറ്റുന്നു എന്ന രൂപത്തിൽ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വലിയ വാർത്തയുണ്ട്. അത് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതായത് കള്ള് നേരത്തെ ഈ കള്ളും സ്റ്റാർ എന്ന് പറയുന്ന മനോരമയുടെ വാർത്തയുടെ പിന്തുടർച്ച എന്ന രൂപത്തിലാണ് ഒന്നാം പേജിൽ വളരെ വിശദമായി അക്കാര്യം നൽകിയിട്ടുണ്ട്. ഞാൻ മുഴുവനായി വായിക്കുന്നില്ല. എന്തായാലും കള്ളിന് നമ്മുടെ നാട്ടിൽ വലിയ വില ലഭിക്കാൻ പോകുന്നു, വലിയ പദവി ലഭിക്കാൻ പോകുന്നു എന്ന രൂപത്തിലാണ് പുതിയ മദ്യനയം വരുന്നത്. ആ വാർത്ത മനോഹരമായി നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് ഇതിനെ കുറച്ചും കൂടി വിശദമായി ദേശാഭിമാനി നൽകുന്നത് അതായത് മദ്യനയം എങ്ങനെയാണ് നടപ്പാക്കാൻ പോകുന്നത്. മദ്യനയത്തെക്കുറിച്ച് വലിയ വിമർശനങ്ങൾ ഒരു സൈഡിൽ വരുന്നുണ്ട്. അതിനെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടി, ആ വിമർശനങ്ങളെ കുറയ്ക്കാൻ വേണ്ടി മദ്യനയം ഉത്തരവായി ആസക്തി കുറയ്ക്കും. മദ്യനയത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കുറയ്ക്കുന്നത് എങ്ങനെയാണ്, ആസക്തി കുറയ്ക്കും, ടൂറിസത്തിന് പ്രോത്സാഹനം. ദേശാഭിമാനിയുടെ ഏതാണ്ട് മനോഹരമായ വലിയ വാർത്തയെ തന്നെ നൽകിയിട്ടുണ്ട് 5-ാം പേജിൽ. ടൂറിസത്തിന് പ്രോത്സാഹനം, അതുകൊണ്ടാണ് ടൂറിസത്തിന് പ്രോത്സാഹനം ഉള്ളതുകൊണ്ടാണ് മദ്യനയത്തിൽ ഇത്തരം ഇളവുകൾ കൊണ്ടുവരുന്നതെന്ന് വിശദീകരിക്കാൻ ദേശാഭിമാനി 5-ാം പേജിൽ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്. നേരെ മറിച്ച് കേരള കൗമുദിയിലേക്ക് പോയാൽ കേരള കൗമുദി അത് കള്ള് തനത്, അതായത് ഈ കള്ളിനെ വീണ്ടും കള്ള് തനത് പാനീയമാക്കും. ഒരു നിരാശ കൂടി കേരള കൗമുദിയുടെ വാർത്തയിൽ പങ്കുവെക്കുന്നുണ്ട്. കള്ള് ഷാപ്പ് ലൈസൻസുകൾക്ക് നിരാശ. ആ വാർത്ത കൂടി കേരള കൗമുദി പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കള്ള് തനത് പാനീയമാക്കും. ഡ്രൈ ഡേ വിൽപ്പനയ്ക്ക് ഏകദിന പെർമിറ്റ് അടക്കം. അതായത് ഇന്നലെ മാതൃഭൂമി കൊടുത്തതിൻ്റെ തുടർച്ച. ഇന്നെല്ലാവരും കള്ളിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, ഇനി മറ്റു ചില പത്രങ്ങൾ, അതായത് നമുക്ക് അറിയാം ഈ വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വാർത്തയ്ക്ക് മറ്റ് പല മാനങ്ങളാണ് എല്ലാവരും കാണുന്നത്. അതായത് കുടിപ്പിച്ച് കിടത്താൻ സർക്കാർ എന്നാണ് സുപ്രഭാതത്തിൻ്റെ 5-ാം പേജ് വാർത്ത. ഈ കള്ളിനെ പ്രോത്സാഹിപ്പിക്കുന്ന രൂപത്തിലുള്ള മറ്റ് വാർത്തകൾ കേരള കൗമുദിയും ദേശാഭിമാനിയൊക്കെ നൽകുമ്പോൾ കുടിപ്പിച്ച് കിടത്താൻ സർക്കാർ, മദ്യനയത്തെ രൂക്ഷമായി വിമർശിച്ചാണ് സുപ്രഭാതം വാർത്ത എഴുതിയിട്ടുള്ളത്. കുടിപ്പിച്ച് കിടത്താൻ സർക്കാർ എന്നാണ്. സ്വാഭാവികമായും വീക്ഷണം പത്രത്തിൻ്റെ ഒന്നാം പേജ് ഹെഡിങ് മയക്കാൻ മധ്യ കേരളം എന്നാണ്. ഇതിൽ മയങ്ങും എന്ന രൂപത്തിലാണ്, മദ്യത്തിൽ മയങ്ങുന്നു കേരളം എന്ന രൂപത്തിൽ
രൂപത്തിൽ മയക്കാൻ അത് വീക്ഷണം ഒന്നാം പേജിലെ വലിയ വാർത്തയാക്കുന്നു. കാരണം സർക്കാരിൻ്റെ മദ്യനയത്തെ എതിർത്തുകൊണ്ടാണ് വീക്ഷണത്തിൻ്റെ വാർത്ത എന്നുകൂടി കാണേണ്ടി വരും. അതായത് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇന്നലെ നൽകാൻ കഴിയാത്ത വാർത്ത എല്ലാ ക്ഷീണവും മറ്റ് പത്രങ്ങൾ മാതൃഭൂമി നൽകിയ വാർത്തയ്ക്ക് ബദലായി എല്ലാ പത്രങ്ങളും നൽകി പോകുന്നുണ്ട് എന്ന് വേണം കാണാൻ. ഇനിയുള്ളത് നമ്മുടെ ചില പത്രങ്ങൾ നൽകാൻ കഴിയാത്ത അല്ലെങ്കിൽ അവർ നൽകാത്ത ഒരു വാർത്തയിലേക്കാണ്. ആ വാർത്ത ദേശാഭിമാനി അവരുടെ 7-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അലഹാബാദ് ഹൈക്കോടതി, നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി അലഹാബാദ് ഹൈക്കോടതി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട്, വിവാദ വിധികളും നടത്തുന്നുണ്ട്. അതായത് ഇന്നലെ നടത്തിയൊരു വിധി ഇങ്ങനെയാണ്. ബലാത്സംഗ കേസിൽ അലഹാബാദ് ഹൈക്കോടതിയുടെ വിധിയാണ്. കുഴപ്പം, അതായത് പീഡിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം പെൺകുട്ടി സ്വയം ഉണ്ടാക്കിയതാണെന്ന് നിരീക്ഷിച്ച് ബലാത്സംഗ കേസിൽ ജയിലിലുള്ള പ്രതികൾക്ക് ജാമ്യം നൽകി അലഹാബാദ് ഹൈക്കോടതി. അതായത് കുഴപ്പം പെൺകുട്ടി സ്വയം വരുത്തി വെച്ചതാണെന്നാണ് അലഹാബാദ് ഹൈക്കോടതി പറയുന്നത്. ആ വാർത്ത വലുതായി തന്നെ ദേശാഭിമാനി 7-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി മാത്രമാണ് മലയാളം പത്രങ്ങളായി ഞാൻ കണ്ടത്. പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാവരും, അതായത് എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും 1-ാം പേജിൽ ആ വാർത്ത നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ, റേപ്പ് സർവൈവർ റെസ്പോൺസിബിൾ ഫോർ ഇൻവൈറ്റിംഗ് ട്രബിൾ, അതായത് കുഴപ്പം ക്ഷണിച്ചു വരുത്താനുള്ള ദേശാഭിമാനിയുടെ വാർത്തയുടെ അതേ പരിഭാഷ തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യൻ എക്സ്പ്രസും ആ വാർത്ത നൽകിയിട്ടുണ്ട്. റേപ്പ് വിക്ടിംഗ് ഇൻവൈറ്റഡ് ട്രബിൾ, അതായത് ഈ കുഴപ്പം ക്ഷണിച്ചു വരുത്താൻ എന്ന രൂപത്തിൽ തന്നെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത നൽകിയിട്ടുള്ളത്. എന്തായാലും മലയാള പത്രങ്ങൾ ഞാൻ ഒന്ന് ആത്മാർത്ഥമായി നോക്കിയെങ്കിലും വലുതായി കാണാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. ഇനി തഹാവൂർ റാണ മാത്രമല്ല, മറ്റ് 2 സൂപ്പർ സ്റ്റാറുകൾ കൂടി ഇന്നലെ ഉണ്ടായിരുന്നു സേതു. അത് പറയാതെ പോകാൻ നിർവാഹമില്ല. ഇന്നലെ ഒരു പരുന്തും ഒരു കുരുവിയും. പരുന്തൊരു അക്രമം കാണിച്ചത് ഇന്നലെ കാസർഗോഡാണ് പരുന്തിൻ്റെ വാർത്ത. കാസർഗോഡ് നിന്നാണ് പരുന്തിൻ്റെ വാർത്ത. അത് മനോരമ 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. കുരുവിയുടെ വാർത്ത മാതൃഭൂമിയുടെ 8-ാം പേജിലാണുള്ളത്. കുരുവിയെക്കുറിച്ചും ഞാൻ പറയാം, കുരുവിയെക്കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞു പോകാം. അതായത് കുരുവി ഇന്നലെ കണ്ണൂരിൽ ഉളിക്കൽ എന്ന് പറഞ്ഞ ടൗണിൽ ഒരു കുരുവി ടെക്സ്റ്റൈൽ ഷോപ്പിനകത്ത് കുടുങ്ങിയ വാർത്ത ഇന്നലെ എല്ലാവരും കൊടുത്തിരുന്നു. അതിൻ്റെ തുടർച്ച ആ കുരുവിയെ, അതൊരു ഹൈക്കോടതിയൊക്കെ ഇടപെട്ട കേസാണ്, അതുകൊണ്ട് കുറച്ച് വിശദമായി ഞാൻ പറയുന്നില്ല, പത്രത്തിൽ വളരെ വിശദമായുണ്ട്. കുരുവിയെ രക്ഷപ്പെടുത്താനായിട്ട് കളക്ടർ ഇടപെട്ടു, ജില്ലാ ജഡ്ജി നേരിട്ടെത്തുന്നു. ടെക്സ്റ്റൈൽ ഷോപ്പിനകത്ത് കുടുങ്ങിയ കുരുവിയെ തുറന്നു വിടുന്നു. അതായത് ഹൈക്കോടതി ഉത്തരവൊക്കെ ഒരു കുരുവിക്ക് വേണ്ടി മാറ്റിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പരുന്തിനെക്കുറിച്ച് പറഞ്ഞാൽ പരുന്ത് മനോരമയുടെ 1-ാം പേജിലാണ് പരുന്തിനെക്കുറിച്ചുള്ള വാർത്തയുള്ളത്. അതായത് ഇന്നലെ സർക്കാർ ജോലിക്ക് വേണ്ടി പരീക്ഷ എഴുതാൻ വന്ന, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എഴുതാൻ വന്ന ഒരു പെൺകുട്ടിയുടെ ഹാൾ ടിക്കറ്റ് അതൊരു പരുന്ത് റാഞ്ചിക്കൊണ്ട് പോയി. പിന്നീട് ദീർഘനേരത്തിന് ശേഷം ആ പരുന്ത് ഹാൾ ടിക്കറ്റുമായി നിൽക്കുന്ന പടമൊക്കെ, അല്ലെങ്കിൽ നിൽക്കുന്ന പടം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്, നന്നായി തന്നെ നൽകിയിട്ടുണ്ട്. എന്തായാലും ആ ഡിപ്പാർട്ട്മെൻറ്റ് പരീക്ഷ എഴുതാൻ വന്ന പരുന്ത് ഹാൾ ടിക്കറ്റുമായി കടന്നൊരു വാർത്ത മനോരമ 1-ാം പേജിൽ. മറ്റ് പത്രങ്ങളൊക്കെ ഈ വാർത്ത, ഈ 2 പത്രങ്ങളിലും ഇത് മനോഹരമായി നൽകിയിട്ടുണ്ട്. ഇന്നലെ തഹാവൂർ റാണ മാത്രമല്ല, കുരുവിയും പരുന്തും കൂടി ഇന്നലെ സൂപ്പർ സ്റ്റാറുകളായ ഒരു ദിവസം കൂടിയാണ്. എന്തായാലും ഒരു വാർത്ത കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ നമ്മൾക്കറിയാം, നമ്മളുടെ പാക്കേജ് ഭക്ഷണ സാധനങ്ങൾ, ആ പാക്കേജ് ഭക്ഷണ സാധനങ്ങളിൽ ഉള്ള കുഴപ്പങ്ങളെക്കുറിച്ച് ഇന്നലെ സുപ്രീം കോടതി നിർണായകമായൊരു നിർദ്ദേശം, അത് കേന്ദ്ര സർക്കാരിനെയാണ് വിമർശിച്ചിട്ടുള്ളത്. നമുക്കറിയാം കുർക്കുറെ, മാഗി പോലുള്ള സംഗതികൾ, അതിലെ പാക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾക്കും പേരക്കുട്ടികളില്ലേ എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. അത് കേന്ദ്രത്തോടാണ്. ഭക്ഷണ സാധനങ്ങളിലെ പോഷക വിവരങ്ങൾ കവറിന് പുറത്ത് രേഖപ്പെടുത്തണം. അത് ദേശാഭിമാനി 7-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അതായത് പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് തുടങ്ങിയവയുടെ അളവ് വളരെ വ്യക്തമായി പ്രദർശിപ്പിക്കണം എന്നുകൂടി പറയുന്നത്. ഇത് സിറാജ് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ഈ വാർത്ത ഒരുപക്ഷെ വലിയ പ്രാധാന്യമുള്ള വാർത്തയാണ്. ഈ പാക്കേജിൽ ഭക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. മാഗിയൊക്കെ മുമ്പ് നിരോധിച്ചിട്ടുള്ളതാണ്. എന്തായാലും പ്രസ് സ്റ്റോപ്പ് തഹാവൂർ റാണയിൽ നിന്നും മാറി മറ്റു ചില വാർത്തകളിലേക്ക് പോവുകയാണെന്നുണ്ടായത്. സേതു. ഓക്കെ ശ്രീജിത്ത് ബാലകൃഷ്ണൻ. അപ്പോൾ പത്രങ്ങൾ വളരെ വിശദമായി തന്നെ, ഇനിയിപ്പോൾ പത്രം ആരും പോയി വായിക്കേണ്ട ഒരു ആവശ്യമില്ല. ഓക്കെ ശ്രീജിത്ത്, അപ്പോൾ നമുക്കിനി നാളെ വീണ്ടും പ്രസ് സ്റ്റോപ്പായിട്ട് കണ്ടുമുട്ടാം. ശരി.